ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ അശ്വിൻ സായിറാമിൻ്റെ വീട്ടിൽ ആകെ ജഗബൊക്കെയാണ്. വിഷയങ്ങളൊക്കെ ആകെ കയ്യിൽ നിന്ന് പോയ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഒരു കാരണവശാലും ആകാശിൻ്റെ അമ്മ പ്രീതിയായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. ആകാശിൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. പ്രീതിനല്ലാതെ വേറൊരാളെയും ആകാശ് കല്യാണം കഴിക്കില്ല എന്നും ഉറപ്പിച്ച് പറയാണ്. അപ്പം ആകാശിനോട് മനോരമ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയാണ്. ഞാൻ പറയുന്ന പോലെ ഒരു പെണ്ണിനല്ല നീ കല്യാണം കഴിക്കുന്നത് എങ്കിൽ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് പറയാണ്. അപ്പോൾ ആകാശ് പറയാണ്, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയായിട്ടുള്ള പ്രീതിനല്ലാതെ വേറെ ഒരാളെയും ഞാൻ കല്യാണം കഴിക്കില്ല. അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നാലും എനിക്കതൊരു പ്രശ്നമല്ല എന്ന് പറയാണ്. അങ്ങനത്തെ ഇതിലാണ് നമ്മൾ അവസാനിപ്പിച്ചത്. അപ്പോൾ പ്രമോൽ വിശേഷങ്ങളിൽ പ്രമോൽ കാണിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ശ്രുതി അശ്വിനെ കാണാൻ വന്നിരിക്കുകയാണ്. എന്നിട്ട് ശ്രുതി അശ്വിനോട് പറയുന്നുണ്ട്, ഇപ്പോൾ തന്നെ സാറ് മനോരമ മേഡമായിട്ട് സംസാരിക്കണം, ഇതിനിപ്പോൾ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയുകയാണ്. എന്നിട്ട് അവൾ മനോരമ മേഡമായിട്ട് നിൽക്കണ പോലെ അഭിനയിക്കുകയാണ്. ഞാൻ മനോരമ മേഡാണെന്ന് സങ്കല്പിച്ചിട്ട് സാർ ആദ്യം മനോരമ മേഡത്തിനോട് എന്താണ് പറയുന്നത് എന്നോടൊന്ന് പറയും, സാർ എന്താ പറയുന്നത് എനിക്കും അറിയാമല്ലോ. അങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷെ അവർ സംസാരിക്കുന്നത് അതൊന്നും നമ്മൾ കാണിക്കുന്നില്ല. പിന്നെ കാണിക്കുന്നത് മനോരമ മേഡം അശ്വിനും കൂടി സംസാരിക്കുന്നതാണ്. മനോരമയുടെ കൈയൊക്കെ പിടിച്ചിട്ട് അശ്വിൻ പറയാണ്, അവർ സ്നേഹിച്ചല്ലോ, അപ്പോൾ അവരിനി ഷാജഹാനെയും മുംതാസിനെ പോലെയും കൃഷ്ണനെയും രാധയെ പോലെയൊക്കെ സ്നേഹിച്ച് ജീവിച്ചോട്ടെ. അങ്ങനെ കൃഷ്ണൻ രാധയെ സ്നേഹിച്ച പോലെ ആകാശ് പ്രീതിനെ സ്നേഹിച്ചിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓർപ്പിക്കുകയാണ്. പക്ഷെ അപ്പോൾ ശ്രുതി ഇങ്ങനെ നെറ്റിയിൽ കൈ വെച്ചിരിക്കുന്ന ഒരു ഇതിലാണ് പ്രമോ അവസാനിക്കുന്നത്. അപ്പോൾ നാളെ